warahmatullahi wabarakatuh. Alhamdulillah wassalatu wassalamu ala rasulillah wa ala alihi wa ashabihi ajma'in, amma ba'd. Ittaqullaha ibadallah. ഔസ് ബിൻ അബി ഔസ് റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, ഇന്ന മിൻ അഫ്ളലി അയ്യാമിക്കും യൗമൽ ജുമുഅ, നിങ്ങളുടെ ദിവസങ്ങളിൽ ഏറ്റവും അഫ്ളലായ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം എന്ന് പറയുന്നത് അത് യൗമുൽ ജുമുഅയാണ്, വെള്ളിയാഴ്ച ദിവസമാണ്. ഫീഹി ഖുലിഖ ആദമു വഫീഹി ഖുബിള, ആദം അലൈഹിസ്സലാത്തു വസ്സലാം സൃഷ്ടിക്കപ്പെട്ടതും അദ്ദേഹം മരണപ്പെട്ടതും അതേ ദിവസത്തിലാണ്. വഫീഹി അന്നഫ്ഖതു വഫീഹി അസ്സഅഖതു, അതുപോലെ തന്നെ ആ ദിവസത്തിൽ തന്നെയാണ് അന്ത്യദിനത്തിന് വേണ്ടി ഊതപ്പെടുന്നതും അന്ത്യദിനം സംഭവിക്കപ്പെടുന്നതും. ഫഅക്സിറു അലയ്യ മിനസ് സ്വലാത്തി ഫീഹി, അതുകൊണ്ട് നിങ്ങൾ ആ ദിവസത്തിൽ എൻ്റെ പേരിൽ നിങ്ങൾ സ്വലാത്ത് ചൊല്ലുക എന്നല്ല, സ്വലാത്തിനെ നിങ്ങൾ അധികമായി അധികരിപ്പിക്കുക. ഫഇന്ന സ്വലാത്തക്കും മഅറൂദത്തുൻ അലയ്യ, കാരണം നിങ്ങളുടെ സ്വലാത്തുകൾ, നിങ്ങൾ ചൊല്ലുന്ന സ്വലാത്തുകൾ എനിക്ക് പ്രദർശിപ്പിക്കപ്പെടുമെന്നും റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇത് പറഞ്ഞപ്പോൾ ഒരു സഹാബി അവിടുന്ന് ചോദിക്കുന്നുണ്ട്, യാ റസൂലല്ലാഹ് വകൈഫ തുഅറദു സ്വലാത്തുന അലൈക വഖദ് അരിംത, അല്ലാഹുവിൻ്റെ റസൂലേ, താങ്കൾ മണ്ണായി പോയതിനു ശേഷം, മണ്ണിനോട് ചേർന്നതിന് ശേഷം പിന്നെ എങ്ങനെയാണ് ഞങ്ങളുടെ സ്വലാത്തുകൾ താങ്കളിലേക്ക് എത്തിക്കപ്പെടുന്നത്? ആ സമയത്ത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞു, ഇന്നല്ലാഹ അസ്സ വജല്ല ഹറമ അലൽ അർളി അജ്സാദൽ അംബിയാഇ, കാരണം തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല അംബിയാക്കളുടെ ശരീരം അത് മണ്ണിനെ തൊട്ടും ഹറാമാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അംബിയാക്കളുടെ ശരീരം ഒരിക്കലും എന്ത് ചെയ്യില്ല, അത് മണ്ണ് തിന്ന് കളയുകയില്ല എന്നും റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിക്കൊണ്ട് കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ മറ്റൊരു ഹദീസിലും അവിടുന്ന് പറഞ്ഞു, മൻ സ്വല്ല അലയ്യ സ്വലാത്തൻ വാഹിദതൻ സ്വല്ലല്ലാഹു അലൈഹി അശ്റ സ്വലവാത്തിൻ, ആരെങ്കിലും ഒരു സ്വലാത്ത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലിൽ ചെല്ലിയാൽ, എൻ്റെ മേലിൽ ചെല്ലിയാൽ, റസൂൽ പറയാണ് എൻ്റെ പേരിൽ ചെല്ലിയാൽ അവന്റെ പേരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 10 സ്വലാത്തുകൾ ചൊല്ലും. വഹുത്തത് അൻഹു അശ്റു ഖതീആത്തിൻ, അവന്റെ 10 തിന്മകൾ മായ്ക്കപ്പെടും. വറുഫിഅത് ലഹു അശ്റു ദറജാത്തിൻ, അവന്റെ 10 ദറജകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉയർത്തുകയും ചെയ്യുമെന്ന്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നു എന്ന് പറഞ്ഞാൽ അവിടത്തേക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അടിമകളുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നബിതങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് മലഉൽ അലയിൽ, ഉന്നതമായ സമൂഹത്തിനിടയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ പറ്റി പരാമർശിക്കുമെന്നാണ് അതിന്റെ അർത്ഥമെന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചതായിക്കൊണ്ടൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് ഇന്നേ ദിവസം യൗമുൽ ജുമുഅയാണ്, ജുമുഅ ദിവസമാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരുപാട് പവിത്രകളും ശ്രേഷ്ഠതകളും ഒക്കെ ഉള്ള ദിവസമാണ്. അതുകൊണ്ട് ഈ ദിവസത്തിൽ ഒരുപാട് സ്വലാത്തുകൾ അധികരിപ്പിക്കാൻ എന്ത് ചെയ്യുക, നമ്മൾ ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങളെ കൃത്യമായി മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും എല്ലാമുള്ള തൗഫീഖ് എനിക്കും നിങ്ങൾക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.